ഏവർക്കും പൊണ്ടുജാലകത്തിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC IT പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കൈറ്റ് പുറത്തിറക്കിയിരിക്കുന്ന സാമ്പിൾ ചോദ്യങ്ങളിലെ ഡേറ്റാബേസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇവിടെ exam10 ഡോക്യുമെൻറ്റ്സിൽ school.db എന്നൊരു ഡേറ്റാബേസ് ഉണ്ട്. അതിൽ 9ാം ക്ലാസ്സിലെ അധ്യാപകരുടെ മറ്റു വിവരങ്ങളാണ്, അവരുടെ പേര്, ക്ലാസ്, ഡിവിഷൻ, സബ്ജക്ട്സ് എന്നിവ അടങ്ങിയിട്ടുള്ള ഒരു ടേബിളുണ്ട്. ആ ടേബിളിനെ ആസ്പദമാക്കി ഒരു ക്വറി തയ്യാറാക്കുവാനാണ്. അതിനൊരു മാതൃക നൽകിയിട്ടുണ്ട്. ഇവിടെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നെയിം, ഡിവിഷൻ എന്നിവ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു കുറേ മാതൃകയായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാതൃക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നെയിം, സബ്ജക്റ്റ് എന്നിവയാണ് പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായിട്ട് മാറ്റം വരുത്തേണ്ടത് ഈ സെലക്ട് നെയിം അത് അതേപോലെ തന്നെ വരണം, ഡിവിഷന് പകരം സബ്ജക്റ്റ് എന്ന് വരണം, ഫ്രം, ടീച്ചേഴ്സ്, വെയർ ഇത്രയും കോമൺ ആയിട്ട് വരും. ഇനി ഇവിടെ വരേണ്ടത് 9ാം ക്ലാസ്സിലേതായതുകൊണ്ട് ഇവിടെ നമുക്ക് ക്ലാസ് = 9 എന്നുള്ളതാണ് വരേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനാദ്യം തന്നെ നമുക്ക് ഈ school.db എന്ന ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. ഹോമിനുള്ളിലുള്ള റിസോഴ്സസിലെ exam10 ഡോക്യുമെൻറ്റ്സിൽ school.db എന്നൊരു ഫയലാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. ഇവിടേക്ക് നമുക്ക് കാണാം ടേബിളിൽ ടീച്ചേഴ്സ് എന്നൊരു ടേബിളുണ്ട്. ബ്രൗസ് ഡേറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡേറ്റ നമുക്ക് കാണാം. 10ലെ അധ്യാപകർ, 9ലെ അധ്യാപകർ, അവരുടെ നെയിം, ജെൻഡർ, ടീച്ചറിൻ്റെ ID, സബ്ജക്റ്റ് ഇതെല്ലാം തന്നെ കാണാം. അപ്പോൾ ഈ ഒരു ടേബിളിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ക്വറി പ്രവർത്തിപ്പിക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന മാതൃക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന മാതൃക എന്നുള്ളത് കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഡീറ്റെയിൽസ് എടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അതിലെ ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ഉപയോഗപ്പെടുത്തി 9ാം ക്ലാസ്സിലെ അധ്യാപകർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടുള്ള കുറേ നമുക്ക് തയ്യാറാക്കാം. ഉള്ള കുറേ ടൈപ്പ് ചെയ്യണം. സെലക്ട് എന്നുള്ളത് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന ആ പോപ്പോട്ട് നമ്മൾ സെലക്ഷൻ വരുന്ന ആ സമയത്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കീവേഡ് അവിടേക്ക് കൃത്യമായിട്ട് വരുന്നു. അതിനുശേഷം സ്പേസ് ഇട്ടുകൊണ്ട് നമുക്ക് നെയിം വേണം. ഇപ്പോൾ NAM നെയിം എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ വരുന്നുണ്ട്. അതിനുശേഷം ഒരു കോമ ഇടാം. കോമ ഇട്ടതിന് ശേഷം സ്പേസ്. നമുക്കിന്ന് വേണ്ടത് അധ്യാപകരുടെ പേരും സബ്ജക്റ്റുമാണ്. അതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നെയിമും സബ്ജക്റ്റുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നെയിമും സബ്ജക്റ്റും ആയതുകൊണ്ട് ഈ ഒരു മാതൃകയിലെ ഡിവിഷൻ എന്ന സ്ഥാനത്ത് നമുക്കിന് വേണ്ടത് സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അവിടെ വരുന്നുണ്ട് സബ്ജക്റ്റ്. നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ടേക്ക് എത്തുന്നു. ഇനി സബ്ജക്റ്റ് വരുന്നു. ഇനി വേണ്ടത് ഫ്രം എന്നുള്ളത് FRO എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഫ്രം വരുന്നു. ഇനി ആ ടേബിളിൻ്റെ പേരാണ്, ഏത് ടേബിളിൽ നിന്നുമാണ് വേണ്ടത് എന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്രം. ടീച്ചേഴ്സ് എന്ന ടേബിളിൽ നിന്നുമാണ് നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുന്നത്. ഇവിടെ ടീച്ചേഴ്സ് TE ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ടേബിളിൻ്റെ പേര് വരുന്നുണ്ട്. നമുക്ക് ഡൗൺ ആരോ ഉപയോഗപ്പെടുത്തി എൻ്റർ കീ പ്രസ് ചെയ്യാം. ടീച്ചേഴ്സ് എന്ന് വരുന്നുണ്ട്. അതിനുശേഷം വെയർ എന്ന കീബോർഡ് എന്താണ് നമ്മൾ സെർച്ച് ചെയ്യാനായിട്ട് പോകുന്നത്, ആ ടേബിളിൽ നിന്നും എന്ത് ഡീറ്റെയിൽസ് ആണെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെയർ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ വേണ്ടത് 9ാം ക്ലാസ്സിലെ ടീച്ചേഴ്സിൻ്റെ മാത്രമാണ്. അതുകൊണ്ട് അവിടെ നമുക്കിവിടെ ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്യാം. ക്ലാസ് 9ൻ്റേതാണ് നമുക്ക് വേണ്ടത്. അത് ഡബിൾ കോട്ട്സിനുള്ളിൽ നമുക്ക് 9 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ഒരു പ്ലേ ഐക്കൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ അതിൻ്റെ ആൻസർ ലഭിക്കും. ഈ 9 നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡബിൾ കോട്ട്സ് ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ ആൻസർ ലഭിക്കുന്നുണ്ട്. കോട്ട്സ് ഇല്ലാതെ 9 കൊടുത്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താലും ആൻസർ ലഭിക്കുന്നുണ്ട്. പക്ഷേ ടെക്സ്റ്റുകളാണെങ്കിൽ, ഇപ്പോൾ സബ്ജക്റ്റ് ആണെങ്കിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ തന്നെ കെമിസ്ട്രി എന്ന് നൽകണം, ഫിസിക്സ് ആണെങ്കിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ തന്നെ നൽകണം. ഇത് നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഡബിൾ കോട്ട്സ് ഇട്ടാലും ഇല്ലെങ്കിലും ഇതിൻ്റെ ആൻസർ ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് വേണ്ടി കീബോർഡിൽ PRTSC എന്നൊരു കീ ഉണ്ട്. അത് പ്രസ് ചെയ്തുകൊണ്ട് അതിനാവശ്യമായ ഇതിൻ്റെ വലിപ്പം ക്രമീകരിച്ചുകൊണ്ട് എൻ്റർ കീ പ്രസ് ചെയ്യുന്നതോടെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ആവുന്നു. സ്ക്രീൻഷോട്ട് ലഭിക്കുന്നത് ഫയൽസിനുള്ളിലുള്ള പിക്ചേഴ്സിനുള്ളിലെ സ്ക്രീൻഷോട്ട് എന്ന ഫോൾഡറിനുള്ളിലാണ്. ഇതിൻ്റെ അവസാന ഭാഗത്ത് വരുന്നതാണ് നമ്മൾ അവസാനം എടുത്ത സ്ക്രീൻഷോട്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ആ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി എടുത്തതിന് ശേഷം ഹോമിലേക്ക് വരുന്നു. ഹോമിൽ exam10 പ്രോഡക്റ്റ് എന്നതിൽ ഓപ്പൺ ചെയ്ത് അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പേര് മാറ്റുന്നതിന് വേണ്ടി വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം എന്ന് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ നമ്പർ _TRS നമ്പർ 9 എന്ന പേരിൽ സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന അതേ പേരുകൾ തന്നെ കൊടുത്തതിന് ശേഷം റീനെയിം ചെയ്യുന്നതോടുകൂടി ഈ ഒരു പ്രവർത്തനം അവസാനിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.